ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജീസ് ഈസി റെസിപ്പീസ്. ഇത് നമുക്ക് കിഡിലനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ റമദാൻ മാസമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ചില വീടുകളിലൊക്കെ സമൂസൻ്റെ ഷീറ്റൊക്കെ ബാക്കി ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊന്നും ഇനി വെറുതെ കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ല കിഡിലനായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കിയിട്ടെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒന്നാം പെരുന്നാൾക്കും രണ്ടാം പെരുന്നാൾക്കൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരെ തീർച്ചയായിട്ടും നമുക്ക് നേട്ടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ റെസിപ്പീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇതിലേക്കൊരു ഫില്ലിങ്സ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് പറഞ്ഞു തരാം. കുറച്ച് പാലെടുത്തിട്ടുണ്ട്, അതൊരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടീസ്പൂണ് കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സും നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, അങ്ങനെ മധുരമുള്ള ഇട്ട് കൊടുക്കുക. ഉപ്പുള്ളത് അങ്ങനെ അധികം ചേർക്കണ്ട. ഇനി ഉപ്പുള്ളത് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ നുള്ളു ഉപ്പ് ഇടുന്നത് കൊണ്ട് ഒഴിവാക്കിയാൽ മതി കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നട്ട്സൊക്കെ ചേർക്കുന്നത്. അതില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പാലും പഞ്ചസാരയും കോൺഫ്ലവറും കലക്കി വെച്ചാലും മതി. കുറച്ചൊരു ഉപ്പിട്ടിട്ട് കലക്കിക്കാണ്ട് ഒന്ന് കുറുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയിട്ടെടുത്താൽ മതി. ലൂസായി പോവരുത്. എത്രത്തോളം വെള്ളം വെറ്റിയിട്ട് കിട്ടുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ. ഇനി ഇതാ ഞാനിവിടെ കുറച്ച് ഗം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കാനും മൈദപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ഇനി ഒരു സമൂസൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഭാഗത്തൊക്കെ ഗമ്മ് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ തലക്കലായിട്ട് തന്നെ ഈ സമൂസൻ്റെ ഷീറ്റിൻ്റെ തലഭാഗത്തായിട്ട് നമ്മൾ ഫില്ലിങ് ഇതാ ചെറുതായിട്ടൊന്ന് ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ മടക്കിയിട്ടെടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റിലും നമ്മൾ ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതേ രീതിയിൽ നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റൂല. ഇത് മിക്കവാറും ഓവനുള്ള ആൾക്കാർക്ക് വളരെ സുഖമായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഓവൻ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഇനി ഓവൻ ഇല്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മൾ ഒരു ചെറിയ മരക്കഷ്ണം എടുക്കുക. ഒരു റൗണ്ട് ഷേപ്പിലുള്ള മരക്കഷ്ണം എടുത്തിട്ട് ആ മരത്തടി മേലെ സമൂസൻ്റെ ഷീറ്റ് ഒന്ന് റോള് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റിലൊന്ന് ഗമ്മ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ അച്ചപ്പം കുഴലപ്പം എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ട് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ മരത്തടി ഉള്ളിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഗമ്മ് ചെയ്തിട്ട് സമൂസൻ്റെ ഷീറ്റ് മാത്രമായിട്ട് നമ്മൾ സമൂസൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ചിലപ്പോൾ അത് ചപ്പിയിട്ട് പോകും. അപ്പം നമുക്ക് ഫില്ലിങ്സ് നിറക്കാനൊന്നും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിലൊരു അച്ച് പോലെ ഈ മരക്കഷ്ണം വെക്കുന്നത്. അതില്ലെങ്കിൽ ഏതെങ്കിലും എണ്ണയിലിട്ടാലും ഉരുകി പോവാത്ത സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റീലിൻ്റെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അങ്ങനെ സമൂസൻ്റെ ഷീറ്റ് റോള് ചെയ്തിട്ട് മരക്കഷ്ണമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും പൈപ്പുകളോ ഉള്ളിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ്സ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താലും അല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ടാലും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു മരത്തവിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണാത്ത. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ മാത്രമുള്ളൊരു എണ്ണ എൻ്റെ അടുത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഗമ്മൊക്കെ ഒട്ടിച്ചിട്ട് എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു മുട്ടയുടെ മഞ്ഞക്കറി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനിലേക്ക് ഒരു 15 to 20 വേറിപ്പോയാൽ 25 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാകും. അപ്പോൾ തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സമൂസൻ്റെ ഷീറ്റ് വീട്ടിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആരും വെറുതെ കളയണ്ട കേട്ടോ. ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പൂത്തുകാണ്ട് വെറുതെ പുറത്തേക്കൊന്നും എടുത്ത് കളയണ്ട. ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പിന് ബാക്കി വന്ന ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെരുന്നാക്കൊക്കെ ഇതേപോലെ നല്ല മധുര പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതേപോലെ തന്നെ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും പിന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ.